മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടുന്ന് വലിയ മഹാനാണല്ലോ, സൂഫിയാണല്ലോ. പക്ഷേ അവിടുത്തെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോ ബിശ്റുൽ ഹാഫി ആ നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയാണ്, ഏറ്റവും വലിയ തമ്മാടിയാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനായി ജീവിച്ച മനുഷ്യനാണല്ലോ ബിശ്റുൽ ഹാഫി. പക്ഷേ ആ ബിശ്റുൽ ഹാഫി ഒരു ദിവസം കള്ളുകുടിച്ച് മസ്തായി രാത്രി സമയത്ത് വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതെ താൻ നടന്നു വരുന്ന വഴിയിലതാ ഒരു കടലാസിന്റെ കഷ്ണം കാണുന്നു. ബിശ്റുൽ ഹാഫി മൈൻഡ് ചെയ്തില്ല, ബിശ്റുൽ ഹാഫി പരിഗണിച്ചില്ല. ഒരൽപ്പ ദൂരമങ്ങ് നടന്നപ്പോ ബിശ്റുൽ ഹാഫി ചിന്തിക്കുന്നു, ഞാൻ നേരത്തെ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കടലാസിന്റെ കഷ്ണം കണ്ടിട്ടുണ്ടല്ലോ, അതിലെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ലല്ലോ, അതൊന്ന് പരിശോധിച്ചു വരാം. മഹാനായ ബിശ്റുൽ ഹാഫി അതേ വലിയ ായി ജീവിച്ച ബിശ്റുൽ ഹാഫി നാട്ടുകാർക്ക് മുഴുവനും ബിശ്റുൽ ഹാഫിയെ കാണുന്നത് തന്നെ പേടിയാണ്. അത്രത്തോളം ആളുകൾക്ക് ദുൽമ ചെയ്യുന്ന ആളായിരുന്നു ബിശ്റുൽ ഹാഫി. പക്ഷേ അന്നതാ ആ കടലാസിന്റെ കഷ്ണം പരിശോധിക്കാൻ വേണ്ടി കള്ളു കുടിച്ച് മസ്തായ ബിശ്റുൽ ഹാഫി തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടന്ന് ആ കടലാസിന്റെ കഷ്ണം അങ്ങ് എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ കടലാസിലേക്ക് നോക്കുമ്പോ ആ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മായ അള്ളാഹ് എന്ന് പറയുന്നത് ആ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബിശ്റുൽ ഹാഫി ചിന്തിക്കുന്നു, അള്ളാഹുവേ ഇത് നിന്റെ പേരാണല്ലോ, ഇത് ബഹുമാനിക്കപ്പെടേണ്ട നാമമാണല്ലോ. ഈ കടലാസിന്റെ കഷ്ണമെങ്ങാനും ഈ വഴിയിൽ ഉപേക്ഷിച്ചങ്ങ് പോയി കളഞ്ഞാൽ ഇതിലൂടെ ആളുകൾ നടന്നു പോകുമ്പോ ഇത് ചവിട്ടിയിട്ട് ഇതിന് അനാദരവ് സംഭവിക്കാലോ. കള്ളുകുടിയനായ ബിശ്റുൽ ഹാഫിയുടെ മനസ്സിൽ ഒരേ ഒരു നന്മ ആദ്യമായി തോന്നുന്നു. ആ ബിശ്റുൽ ഹാഫിയതാ ആ കടലാസിന്റെ കഷ്ണം എടുക്കുന്നു. അതേ ആ വഴിയുടെ വക്കിലുള്ള വലിയൊരു മതിലുണ്ട്, ഉയർന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് അതിനെ അങ്ങ് എടുത്തു വെക്കുന്നു. ബിശ്റുൽ ഹാഫി ചിന്തിക്കുന്നു, ഇത് മുകളിലുള്ള സ്ഥലത്തേക്ക് കയറ്റിവെച്ചാൽ ആളുകൾ ചവിട്ടില്ലല്ലോ, അനാദരവ് വരില്ലല്ലോ. അങ്ങനെ മുകളിലേക്ക് കയറ്റിവെച്ച് വീണ്ടും ബിശ്റുൽ ഹാഫി അങ്ങ് നടക്കുകയാണ്. അല്പദൂരം നടന്നപ്പോ ബിശ്റുൽ ഹാഫി ചിന്തിക്കുന്നു, ആ വഴിയിൽ കിടന്നതായ നിന്റെ പേരുള്ളതായ കടലാസ് ഞാൻ ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാറ്റങ്ങ് അടിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളുണ്ടായാൽ ആ മതിലിന്റെ മുകളിൽ നിന്ന് ആ കടലാസ് വീണ്ടും ഈ വഴിയിലേക്ക് തന്നെ പാറി വരാലോ, ആളുകൾ ചവിട്ടാലോ, വീണ്ടും അതിന്റെ മേൽ അനാദരവ് സംഭവിക്കുമല്ലോ. കള്ളുകുടിയനായ ബിശ്റുൽ ഹാഫി വീണ്ടും അങ്ങ് തിരിച്ചു നടക്കുന്നു. അവിടെ എത്തിയിട്ട് ആ കടലാസിന്റെ കഷ്ണമെടുക്കുന്നു. അത് പവിത്രമായി നല്ല രൂപത്തിൽ മടക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ട് നല്ല പവിത്രമായൊരു സ്ഥലത്ത് അതിനെ അങ്ങ് സൂക്ഷിക്കുന്നു. എന്തിനാ ബിശ്റുൽ ഹാഫി ഇതെല്ലാം ചെയ്തതെന്നറിയുമോ? ഇത് നാഥനായ അള്ളാഹുവിന്റെ നാമമാണ്. ആ നാമമെന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ട നാമമാണ്. ആ നിലക്കേതാ ആ പേരുള്ള കടലാസ് കഷ്ണം ഒരു സെൽഫിൽ കൊണ്ടുപോയി അങ്ങ് സൂക്ഷിക്കുകയാണ്. അന്നത്തെ ദിവസം ആ ബിശ്റുൽ ഹാഫി കിടക്കാൻ അങ്ങ് നോക്കുമ്പോ
ഒരു അശരീരി കേൾക്കുകയാണ്. അതേ ഉത്ഭവസ്ഥാനം അറിയാത്ത എന്തോ ഒരു വലിയ ശബ്ദം അങ്ങ് കേൾക്കുകയാണ്. എന്താണ് ആ ശബ്ദമെന്നറിയുമോ? യാ ബിശ്റ ലഖദ് അല്ലം തസ്മീ, ബിശ്റേ നിങ്ങൾ എന്റെ പേരിനെ ബഹുമാനിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് ഫഖദ് അക്റംതുക, നിങ്ങളെ നാം ഇതാ ബഹുമാനിക്കുകയാണ് കേട്ടോ. ആ ഒരു അശരീരി അങ്ങ് കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, പിറ്റേ ദിവസം മുതൽ അതാ ബിശ്റുൽ ഹാഫിയുടെ ജീവിതത്തിന് പരിവർത്തനം വരുന്നു. ബിശ്റുൽ ഹാഫിക്ക് കള്ളിനോട് താല്പര്യം വരുന്നില്ല. ചീത്ത പ്രവർത്തനങ്ങളോട് മനസ്സിൽ എന്തോ ഒരു വിരസത അനുഭവപ്പെടുകയാണ്. ബിശ്റുൽ ഹാഫി പിന്നെ കള്ള് കുടിക്കുന്നില്ല, ആളുകളെ മർദ്ദിക്കുന്നില്ല, ഒരു ചീത്ത സ്വഭാവവും ബിശ്റുൽ ഹാഫിയുടെ ജീവിതത്തിൽ വരുന്നില്ല. അവസാനം ബിശ്റുൽ ഹാഫി ഇൽമ പഠിക്കാൻ വേണ്ടി അങ്ങ് പോകുന്നു. ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, ആ ബിശ്റുൽ ഹാഫി വലിയ മഹാനാകുന്നു. അള്ളാഹു അതാ വിലായത്തിന്റെ പദവി അങ്ങ് കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അങ്ങ് പെടുത്തുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന മഹാനവറുകൾ ഒരു കാലത്ത് കാണുമ്പോ തന്നെ നാട്ടുകാർക്ക് പേടി തോന്നിയിരുന്ന ബിശ്റുൽ ഹാഫി ഉണ്ടല്ലോ, ആ ബിശ്റുൽ ഹാഫി ഒന്ന് എന്റെ വീട്ടിൽ കയറിയാൽ എന്റെ വീടിന് ബറക്കത്ത് ലഭിക്കുമല്ലോ. ആളുകൾ ആ രൂപത്തിൽ ചിന്തിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളങ്ങ് മറഞ്ഞു പോകുന്നു. ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് കൈപ്പക്ക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള വിഷയമാണ്. കൈപ്പക്ക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ്. നാട്ടുകാര് മുഴുവനും കർഷകരാണ്. ഓരോ ദിവസവും അതാ മഹാനായ ബിശ്റുൽ ഹാഫിയുടെ അടുക്കൽ കർഷകന്മാരായ നാട്ടുകാര് ചെല്ലുന്നു. ഓരോ ദിവസവും അവരവരുടെ വീട്ടിലേക്ക് മഹാനവറുകളെ ക്ഷണിക്കുന്നു. ഒരു കർഷകനതാ മഹാനായ ബിശ്റുൽ ഹാഫി തന്റെ വീട്ടിലേക്ക് വരണമെന്ന് അടക്കി പിടിക്കാനാവാത്ത ആഗ്രഹം മുഖേന ആ ബിശ്റുൽ ഹാഫി തങ്ങളുടെ അടുക്കൽ ചെല്ലുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ബിശ്റുൽ ഹാഫി തങ്ങളെ വരാമെന്ന് ഏൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. കർഷകൻ ചിന്തിക്കുകയാണ്, മഹാനായ ബിശ്റുൽ ഹാഫിക്ക് കൈപ്പക്ക വളരെ ഇഷ്ടമാണല്ലോ. ആ കൈപ്പക്ക് ശേഖരിക്കാൻ വേണ്ടി തന്റെ സ്വന്തം തോട്ടത്തിലേക്ക് ആ കർഷകൻ ചെല്ലുന്നു. ആ തോട്ടത്തിലെത്തിയപ്പോ പറിക്കാൻ പാകമായ കൈപ്പക്ക വളരെ കുറവാണ്, മൂപ്പെത്തിയതായത് വളരെ കുറവാണ്. തന്റെ സുഹൃത്തിന്റെ തോട്ടത്തിലേക്ക് നോക്കുമ്പോ അവിടെ ധാരാളം കൈപ്പക്കകൾ പാകമായി നിൽക്കുന്നുണ്ട്. ആ സുഹൃത്തിനോട് പിന്നീട് സമ്മതം ചോദിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മഹാനായ ബിശ്റുൽ ഹാഫിയെ സൽക്കരിക്കാൻ വേണ്ടി കർഷകൻ തന്റെ സുഹൃത്തിന്റെ തോട്ടത്തിൽ നിന്ന് സമ്മതമില്ലാതെ കൈപ്പക്കങ്ങ് പറിക്കുന്നു. അങ്ങനെ അതുകൊണ്ടുപോയി പാകം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. നേരമായപ്പോ ബിശ്റുൽ ഹാഫിയും ശിഷ്യന്മാരും വീട്ടിലേക്ക് കടന്നു വരുന്നു. ആ ഭക്ഷണത്തിന്റെ മുന്നിലങ്ങ് ഇരുന്നു. മഹാനായ ബിശ്റുൽ ഹാഫി അതേ പാകം ചെയ്ത കൈപ്പക്കയിൽ നിന്ന് ഒന്നങ്ങ് എടുക്കുകയാണ്. ഒരു കൈപ്പക്ക എടുത്തിട്ട് അവിടുന്ന് പറയുന്നു, ഹാദാ ഹലാൽ, ഇത് ഹലാലായ കൈപ്പക്കയാണോ? മറ്റൊന്ന് എടുത്തു ഉയർത്തിയിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, ഹാദാ ഹറാം, ഇത് അനുവാദമില്ലാത്ത കൈപ്പക്കയാണ് കേട്ടോ, ഇത് ഹറാമാണ്. ശിഷ്യന്മാര് വല്ലാത്ത അത്ഭുതത്തോടുകൂടെ കർഷകനോട് ഇരുന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് കർഷകൻ പറയുന്നത്, ഞാൻ എന്റെ സുഹൃത്തിന്റെ തോട്ടത്തിൽ നിന്ന് സമ്മതമില്ലാതെ
അറിയാതെ പറിച്ചതാണോ മോനെ? ഒരു കാലത്ത് ഏറ്റവും വലിയ റൌഡിയായി തെമ്മാടിയായി ജീവിച്ചിരുന്ന ബിശ്റുൽ ഹാഫിയുണ്ടല്ലോ, അള്ളാഹുവെ ബഹുമാനിച്ച അള്ളാഹുവിന്റെ പേരിനെ അങ്ങ് ബഹുമാനിച്ചപ്പോ അള്ളാഹു വലിയ ആരിഫീങ്ങളുടെ സ്ഥാനം അങ്ങ് കൊടുക്കുന്നു. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനോ തറാ മാ ലാ യറാഹുൽ നാളിറൂന ചൊല്ലി മൗലായ. മഹാന്മാരായ ആളുകളുടെ പ്രത്യേകത എന്തെന്നാണെന്നറിയുമോ? ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനോ തറാ മാ ലാ യറാഹുൽ നാളിറൂന. സാധാരണക്കാരായ ആളുകൾ കാണാത്തത് അവരെ കാണുന്നു, സാധാരണക്കാർക്ക് കേൾക്കാൻ കഴിയാത്തത് അവര് കേൾക്കുകയാണ്. ആ വലിയ സ്ഥാനത്തേക്ക് മഹാനായ ബിശ്റുൽ ഹാഫി അങ്ങ് ഉയർന്നു പോകുന്നു. പാകമായ കൈപ്പൊക്കെ എടുത്തു വെച്ചിട്ട് അവിടുന്ന് പറയുന്നു, ഹാദാ ഹറാം ഹാദാ ഹലാൽ. വലിയ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് കൊടുക്കുകയാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ മോനെ അത് ഈമാനിന്റെ വർധനവിന് കാരണമാണ് കേട്ടോ. ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ നിദാനമാകുന്നു. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നാം ആരംഭിക്കേണ്ട പരിവർത്തനങ്ങളാണ് ഇനി പറയേണ്ടത്. അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കണം, അല്ലാതെ എന്ത് ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി തങ്ങളെ നിന്ദിച്ചിട്ട് 1000 റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം വട്ടപൂജ്യമല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ കാര്യമുണ്ടാവുകയില്ല. ഇതേപോലെ അള്ളാഹു ബഹുമാനിച്ച ഏതൊക്കെ ആളുകളുണ്ടോ അവരെയൊക്കെ ആദരിക്കാതെ നാം എന്ത് ഇബാദത്ത് ചെയ്താലും അതിനൊന്നും അതിന്റെ ഫലം ലഭിക്കുകയില്ല.